എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് മലയാള സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വലിയ ഇഷ്യൂ പൊക്കോണ്ടിട്ടിരിക്കുകയായിരുന്നു. PVR സ്ക്രീനുകളിൽ മലയാള സിനിമ കളിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടിട്ടായിരുന്നു ആ ഇഷ്യൂ. ഞങ്ങൾ PVRൻ്റെ 2 സ്ഥലത്ത് സ്ക്രീനുള്ളിടത്ത് ഞങ്ങൾ പടം കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഒരു കണ്ടൻറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടിട്ടായിരുന്നു ഞങ്ങളത് പറഞ്ഞിരുന്നത്. കുറച്ച് നാളായിട്ട് ആ വിഷയം പൊയ്ക്കൊണ്ടിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ വിഷുവിൻ്റെ സിനിമകൾ റിലീസായി ആകുന്ന സമയത്ത് ഓടിക്കൊണ്ടിട്ടിരുന്ന ആ ആടുജീവിതവും അവർ നിർത്തിക്കൊണ്ടിട്ട് പുതിയതായിട്ട് റിലീസാകുന്ന വർഷങ്ങൾക്ക് ശേഷമായിക്കോട്ടെ, ആവേശമായിക്കോട്ടെ, ജയ് ഗണേഷ് ആയിക്കോട്ടെ, ഈ സിനിമകൾ അവരുടെ സ്ക്രീനുകളിൽ കേരളത്തിലും കേരളത്തിന് പുറത്തും പ്രദർശിപ്പിക്കത്തില്ല എന്ന് അവർ പറയുകയുണ്ടായി. പ്ലസ് ഓടിക്കൊണ്ടിട്ടിരിക്കുന്ന പടവും അവർ നിർത്താൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു നോട്ടീസും തരാതെ, ഞങ്ങളുമായിട്ട് അങ്ങനത്തെ ഒരു ഡിസ്കഷനും നടത്താതെ ഒരു സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ഞങ്ങളുടെ ഓടിക്കൊണ്ടിട്ടിരുന്ന പടം ഉൾപ്പെടെ അവർ നിർത്തുകയാണ് ഉണ്ടായത്. ബ്ലസ്സിയേട്ടനാണെങ്കിൽ 21-ാം തീയതി വരെയുള്ള കണ്ടന്റ് ഫീസ് വരെ അടച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു മലയാള സിനിമയുടെ ഒരു അവസ്ഥ ഇപ്പോൾ അറിയാവുന്നതാണ്. മലയാളത്തിനേക്കാൾ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കളക്ഷൻ കൂടുതൽ ലഭിച്ചുകൊണ്ടിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ബ്ലസ്സിയേട്ടൻ പോലും പറഞ്ഞത് കേരളത്തിൽ PVR സ്ക്രീനുകളിൽ സിനിമ കളിച്ചില്ലെങ്കിലും PVR സ്ക്രീനുകൾ, കേരളത്തിന് പുറത്തുള്ള PVR സ്ക്രീനുകൾ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരണമെന്ന് പറയുന്നു. അതുപോലും ഉണ്ടായില്ല, അവർ സമ്മതിക്കുകയുണ്ടായില്ല. ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ, പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ പുറകിൽ തന്നെയായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഫെഫ്കയ്ക്ക് ആയിക്കോട്ടെ, മിനിസ്റ്റേഴ്സിനായിക്കോട്ടെ, എല്ലാവർക്കും ലെറ്ററുകൾ അയക്കുകയുണ്ടായി. അമ്മയ്ക്ക് ആയിക്കോട്ടെ, എല്ലാവർക്കും ഞങ്ങൾ ലെറ്ററുകൾ അയക്കുകയുണ്ടായി. ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്, അപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഇവൻ നിൽക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഫെഫ്ക ആണെങ്കിലും ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ട് ഇത് അനൗൺസ് ചെയ്തത്. ഇങ്ങനെയൊരു പരിപാടിയിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിട്ട്, അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി ഈ സിനിമ ഇത് വിജയിക്കാനായിട്ട് കാരണം മറ്റു സിനിമകളിൽ, ഈ സിനിമകളിലെ എല്ലാ നിർമ്മാതാക്കൾ ഞങ്ങളുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള റീസൺ. അങ്ങനെ ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പാണ് അവിടുന്ന് PVRയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ 2 സ്ഥലത്തെ സ്ക്രീനുകൾ ഓപ്പൺ ചെയ്യണ്ട, എറണാകുളത്തെ ഫോറം മാളിലെ സ്ക്രീനും കാലിക്കറ്റ് മിറാജിലെ സ്ക്രീനുകൾ ഓപ്പൺ ചെയ്യണ്ട, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള സ്ക്രീനുകളെല്ലാം ഞങ്ങൾ ഇപ്പോൾ അടിയന്തരമായി ഓപ്പൺ ചെയ്യുന്നതാണ്. ബാക്കി ഈ ശേഷിക്കുന്ന 2 സ്ക്രീനുകൾ ഞങ്ങൾ ഒരാഴ്ചയ്ക്കകം ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്ന് അവർ പറയുകയുണ്ടായി. ഇതാണ് ഇന്ന് നടന്ന ഈവൻ സംഭവം. തീരുമാനമായിട്ടില്ല, അതുകൊണ്ടിട്ടാണ് അത് പെൻഡിങ് നിൽക്കുന്നത്. അത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ അവരിപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളിപ്പോൾ പറഞ്ഞേക്കുന്നത് അതവിടെ പെൻഡിങ് നിൽക്കട്ടെ, ബാക്കിയുള്ള സ്ക്രീനുകളും ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ള പടങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ മറ്റ് സ്ക്രീനുകളിൽ റിലീസ് ചെയ്യും, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ അടുത്തൊരു തുടർ ചർച്ച പോലും ഉള്ളൂ. കാരണം അതെ, തീർച്ചയായിട്ടും ഇപ്പൊ ഉപാധികൾ ഇല്ലാതെയാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനു മുന്നേ എങ്ങനെയാണോ തിയേറ്ററുകൾ നിർത്തിയത് അതേ അവസ്ഥ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി 2 സ്ഥലത്തും അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ ഈ ഉദ്ദേശിച്ചിരുന്ന 2 സ്ഥലങ്ങളിൽ അവർ ഈ പറഞ്ഞതുപോലെ അവർ ഉപാധികളില്ലാതെ അവർ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ളത് ഈ വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് അത് തീരുമാനിക്കുമെന്നുള്ള ഇളവല്ല, അതൊരിക്കലും ഇളവല്ല. കാരണം ഞങ്ങൾ അവർക്കും വലിയ രീതിയിലുള്ള പ്രഷർ ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഈ PVRലൊക്കെ സ്ക്രീനുകളിൽ സിനിമകൾ കളിച്ചാൽ മാത്രമേ ഉള്ളൂ അത് സംബന്ധപ്പെട്ടുള്ള മറ്റ് ഷോപ്പുകളിലെല്ലാം കച്ചവടങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്ക്രീനുകൾ വർക്ക് ചെയ്യുന്നില്ല, തിയേറ്ററുകളിൽ പടം കളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റ് ഷോപ്പുകൾ ഉൾപ്പെടെ അവർക്ക് കംപ്ലൈൻ്റ് ആയിട്ട് ഈവൻ ചെന്നു. കാരണം അവരുടെ സെയിൽസിനെയും കൂടെ ബാധിക്കുകയാണല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള എല്ലാ, ഇപ്പോൾ യൂസഫ് അലിക്കായ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടിരുന്നു, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെട്ടിരുന്നു. അപ്പം അത് എല്ലാ സൈഡിൽ നിന്നുമുള്ള ഒരു പ്രഷർ ചെലുത്തിയതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത് തുറക്കാനായിട്ട് സാധിച്ചത്. ഇല്ലെങ്കിൽ മലയാള സിനിമ നിങ്ങൾക്കറിയാം ഇപ്പോൾ 1 ആഴ്ച 2 ആഴ്ചയാണ് മെയിനായിട്ടുള്ള കളക്ഷനെ കിട്ടുന്നത്. അപ്പം അത് മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കളക്ഷൻ മൊത്തം ഞങ്ങൾക്ക്
പോകും, ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷർ തന്നെയാണ് ഇപ്പോൾ ഇത് തുറക്കാനായിട്ട് കാരണമായത്. ഈ ഫോറമാണിലെ ഒരു ഡിമാൻഡ് വെച്ചിരുന്നത്, നിങ്ങൾ വെച്ചിരുന്ന ഡിമാൻഡ് നമ്മുടെ കണ്ടന്റ് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ 5500 അൺലിമിറ്റഡ് കളിക്കുന്നത് 7,500. ഈ രണ്ട് തീരുമാനമാണ് അവരോട് മുന്നോട്ട് വെച്ചിരുന്നത്. അതിന് ചർച്ചയിൽ അവർ ഇതിന് തയ്യാറാകുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അവരിപ്പോൾ ഓൾമോസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. ഞങ്ങളുടെ എല്ലാ കണ്ടീഷനുകൾക്കും അവർക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ചില ഒരു 10% മാത്രം ഓക്കെ ആകാതെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഈ ഡിസിഷൻ ആവാത്തത് കൊണ്ടിട്ട് ഇതിങ്ങനെ പെൻഡിങ് വെക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളും കണ്ടാണ്, രാവിലെ മുതൽ ബ്ലസ്സിയേട്ടനായിക്കോട്ടെ, ഇതിന്റെ മറ്റ് സിനിമകളിലെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, എല്ലാവരും ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഫെഫ്കയുടെ ഒപ്പം ഇവനുണ്ട്, ഇവർ ധർണയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു. അപ്പം അങ്ങനത്തെയുള്ള മറ്റു ഇഷ്യൂകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾക്കും അതൊരു വലിയ പ്രഷറായിട്ട് മാറുവാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, ആ ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം. ഫസ്റ്റിലെ സ്ക്രീൻ തുറക്ക്. ഇപ്പോൾ വിഷു സമയമാണ്, നല്ല കളക്ഷനുള്ള സമയമാണ്, ആളുകൾ തിയേറ്ററിൽ പോയി പടം കാണട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ഈ തീരുമാനത്തിലേക്ക് വന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അവർ ഇന്ന് കൈക്കൊള്ളുന്ന ഈ തീരുമാനം ഉണ്ടല്ലോ, ഒരാഴ്ചക്ക് മുമ്പ് അവരുടെ അടുത്ത് പറഞ്ഞത്. ഈ ഡിസ്കഷൻ ഇന്നലെ മിനിഞ്ഞാൻ ഈ റിലീസായ സമയത്ത് നടന്നതല്ല. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുള്ളത് വളരെ പ്രത്യേകമായിട്ട് അവരുടെ ഉണ്ടായിരുന്ന എന്താണ് PVRന്റെ റെപ്രസെന്റ് ചെയ്ത് വന്ന 4 പേരെടുത്തും പറഞ്ഞതാണ്. ഒരുപാട് ഓപ്ഷൻ കൊടുത്തത് ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഇതായിരുന്നു, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തോളൂ. നമ്മുടെ ഫോറം മാളും കാലിക്കറ്റിലുള്ള ബ്ലൂ ഡയമണ്ടിലുള്ള മിരാജ് മാളും നമുക്ക് പിന്നീട് എടുക്കാം. നിങ്ങൾ കളിക്കുന്നത് പോലെ ഹിന്ദി മിരാജ് മാൾ കൊണ്ട് ഇന്ന് തുറന്നതല്ല, തുറന്നിട്ട് 2 മാസം എന്തായി. അവിടെ അവർ ഹിന്ദി പടം കളിച്ചുകൊണ്ടിരിക്കുക. അത് അവർ ഓൾഡ് ഹിന്ദി ഈവൻ ഷോളെ വരെ കളിച്ചു. അവരായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പടങ്ങൾ എടുക്കുന്നത്, 1-2 തമിഴ് പടങ്ങൾ. ഇതാണ് നിങ്ങൾ ആദ്യം വെച്ചത്. ഫെസ്റ്റിവൽ നിങ്ങൾ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യരുത്. കേരളത്തിൽ അതിന് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡിമാൻഡ് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ വെച്ചാൽ അന്ന് PVR മാളിന്റെ എന്താ പൊസിഷൻ എടുക്കുക നിങ്ങളൊന്ന് ആലോചിക്കുക. കർണാടകയിൽ പോയിട്ട് കന്നഡ പടം കളിക്കില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം അന്ന് രാത്രി അവിടെ മാറും. അതുപോലെ തമിഴ്നാട്ടിൽ തമിഴ് പടം കളിക്കില്ലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞതാണ്. പക്ഷെ അവർ ധാർഷ്ട്യം, ഞങ്ങൾ പവർ, വി ആർ 8,000 crore പ്രൊപ്രൈറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. 1-2 ഞങ്ങളുടെ ആസ്തി 8,000 crores ആണെന്നും പറഞ്ഞവർ. അപ്പോൾ അവർ മലയാളം ഇൻഡസ്ട്രി 8,000 കോടി എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിനെ വിലക്ക് മേടിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ വിജയമാണ്. ഒരു കാര്യം പറയാം, കാരണം ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ജാനുവരി 1 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 മാസം കാലഘട്ടങ്ങളിൽ തിയേറ്ററുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവന്നിട്ടുള്ളത് മലയാളം കണ്ടന്റാണ്. ഈ മലയാളം സിനിമ കഴിഞ്ഞ നേര് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ തിയേറ്ററുകളുടെ നിലനിൽപ്പ് തന്നെ ഏകദേശം മലയാള സിനിമ, മഞ്ഞുമൽ ബോയ്സ് പോലെയും പ്രേമലു പോലെയുള്ള സിനിമകൾ, അതിനുശേഷം വന്ന ആടുജീവിതം, ഭ്രമയുഗം, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഇപ്പൊ ഇത്രയും സിനിമകൾ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ തിയേറ്ററുകളുടെ ഒരു നിലനിൽപ്പ് ഈ ചിത്രങ്ങളായി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് അവര് വിത്തൗട്ട് എനി നോട്ടീസ്, ഒരു ഇതും മുന്നറിയിപ്പുമില്ലാതെ സിനിമകൾ നിർത്താനായിട്ട് 2 ദിവസം 3 ദിവസം മുമ്പ് ഞങ്ങൾക്ക് അവർ ഇത് തന്നത്. കാരണം ഞങ്ങൾ ബുക്കിംഗ് എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വിഷയമുണ്ട് എന്നുള്ളത്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചർച്ച തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറയുന്ന ഉപാധികൾ അവർക്ക്, അതാ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3, 4 പല രീതികൾ ഞങ്ങൾ ശ്രമിച്ചു നോക്കി. അപ്പോൾ അതിനൊരു ഉത്തരം കിട്ടാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇതിലേക്ക് നിർത്താനായിട്ടുള്ള ഞങ്ങളുടെ ഈ പറയുന്ന ഈ 4 നിർമ്മാതാക്കൾ, എസ്പെഷ്യലി ആടുജീവിതത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 100% അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടാനായിട്ടുള്ള ഒരു അർഹതയുള്ള ഒരു ഗ്രൗണ്ട്സ് ഉള്ളതാണ്. കാരണം വെച്ചാൽ അദ്ദേഹം VPF മുഴുവനായിട്ട് പേ ചെയ്ത് 21 വരെയുള്ള VPF പേ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു നോട്ടീസും ഇല്ലാതെ അർദ്ധരാത്രി അദ്ദേഹത്തിൻ്റെ സിനിമ നിർത്താൻ തീരുമാനിക്കുകയാണ്. അത് ഏത് കോടതിയിൽ ചെന്നാലും അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടാൻ ഉള്ള സാധ്യതയുള്ള ബാക്കി 3 നിർമ്മാതാക്കളും ഇതിന്റെ ഭാഗമായി നിന്ന് അവർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അത് ചെറുതല്ല. അപ്പോൾ അതിന്റെ പുറത്ത് നോക്കുമ്പോൾ അവര് എടുത്തിട്ടുള്ള തീരുമാനം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ എന്നും മലയാള സിനിമയുടെ ഈ പറയുന്ന ചരിത്രത്തിൽ, കാരണം ഒരു കോർപ്പറേറ്റുമായിട്ടാണ് ഞങ്ങൾ ഏറ്റുമുട്ടിയത്. ഇന്ന് വരെയും പല ഹിന്ദി സിനിമയാണെങ്കിലും തെലുങ്ക് സിനിമയാണെങ്കിലും തമിഴ് സിനിമയാണെങ്കിലും അത്രയും വലിയ ഇൻഡസ്ട്രീസ് പോലും ഇത് മടിച്ചു നിന്ന സ്ഥലത്താണ് നമ്മളെപ്പോലെ മലയാളം പോലെ ഒരു ചെറിയ ഇൻഡസ്ട്രി ഇതിനെതിരെ ഞങ്ങൾ ഒരു യുദ്ധം തന്നെ ഇത് ചെയ്തത്. അതിന് ഈ 4 നിർമ്മാതാക്കളെയും അതിൻ്റെ ബ്ലസ്റ്റാൻ ഉൾപ്പെടെ, വിശാഖ് ഉൾപ്പെടെ, അൻവർ റഷീദും, മഞ്ഞുമൽ ബോയ്സിന്റെ സൗബിനും, അതുകൂടാതെ ജയഗണേഷ്, രഞ്ജിത് ശങ്കർ, ഉണ്ണി മുകുന്ദനും, അപ്പോൾ ഇവർ ഇത്രയും പേര്
ഇതിൻ്റെ പുറത്ത് നിന്നിട്ടുള്ളത് അവരെടുത്തിട്ടുള്ള നിലപാട് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ചരിത്ര നേട്ടത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇത് ഒരു ഉപാധികളുമില്ലാതെ ഒരു കോർപ്പറേറ്റ് തുറന്നു തരിക എന്ന് പറയുന്നത് ഇന്നോളം സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോൾ അത് മലയാള സിനിമയുടെ കണ്ടന്റുകളുടെ വിജയമാണ് എന്നുള്ളതാണ്. നമ്മുടെ കണ്ടന്റ് അത്രമാത്രം ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ഇന്ന് അവർ തുറന്നു തരാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെയും കൂടെ നിന്ന് ഫെഫ്ക എന്ന് പറയുന്ന സംഘടന, എസ്പെഷ്യലി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, അതുകൂടാതെ നമ്മുടെ യൂസഫ് അലി സർ അദ്ദേഹം, പിന്നെ മറ്റ് ഫെഫ്കയുടെ കൂടെ നിന്ന് മറ്റു ട്രേഡ് യൂണിയനുകൾ, ഇവരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ട്. അപ്പോൾ സിനിമ ഒന്നായി നിന്നാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു. അത് ഓൾറെഡി ഞങ്ങൾ കുറച്ച് ഉപാധികൾ ഡിസ്കഷനിലുണ്ട്. അത് ഓൾമോസ്റ്റ് നേരത്തെ ലിസ്റ്റിൻ പറഞ്ഞ പോലെ അത് ഓൾമോസ്റ്റ് ഞങ്ങൾ അവർ അംഗീകരിച്ച് വന്നതാണ്. അപ്പോൾ ഈ സമയവും ഇന്ന് രാത്രിയും പിന്നെ നാളെ ഒരു അവധിയാണ് എന്നുള്ളത് PVRനും ഞങ്ങളെക്കാട്ടിലും നല്ലതായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരൊറ്റ പ്രോപ്പർട്ടി അല്ല. നമ്മളിപ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു സിനിമയാണ്, അല്ലെങ്കിൽ 2-3 പ്രൊഡ്യൂസറിൻ്റെ സിനിമയാണ്. അവരുടെ എത്രയോ കോടിക്കണക്കിന് രൂപ അവർ വാടക കൊടുത്ത് നിർത്തിയിരിക്കുന്ന അവരുടെ പ്രോപ്പർട്ടി എല്ലാം നിശ്ചലമാകുന്ന ഒരു അവസ്ഥയുണ്ട് ഇന്ന് മലയാള സിനിമ കളിച്ചില്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അവരും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രഷറിൽ അവർക്ക് തുറന്നു കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് പരമാർത്ഥം. അതാണ് ഞാൻ പറഞ്ഞത്, മലയാളം കണ്ടന്റിന്റെ വിജയം ആവശ്യമാണ്. മലയാളം സിനിമകളുടെ കണ്ടന്റ് നമ്മളുടെ ഈ പറയുന്ന നിർമ്മാതാക്കൾ നിർമ്മിച്ച നല്ല സിനിമകളുടെ ഒരു വിജയമാണ്. തീർച്ചയായിട്ടും പ്ലസ് 10 കോമ്പൻസേഷന് വേണ്ടി അതിന് കോടതികളിലേക്ക് അദ്ദേഹം ഞങ്ങൾ ഉറപ്പായിട്ടും അതിന്റെ കൂടെ കക്ഷി ചേരും. കാരണം ഞങ്ങളുടെ ഒരു നിർമ്മാതാവിന് ഉണ്ടായ ഒരു ഓവർനൈറ്റ് ഉണ്ടായ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സിനിമ ഏകദേശം 125 തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതൊരു രാത്രി കൊണ്ട് അത് അവസാനിപ്പിക്കുന്നത്. ബ്ലസ്സിയേട്ടന് വർഷങ്ങളോളം പൊരുതുന്ന ഒരു വിഷയമുള്ള കാര്യമല്ല, അത് ആടുജീവിതത്തിൽ തെളിയിച്ചിട്ടുള്ളതുമാണ്. അതെ അതെ അല്ല ഒരു കാര്യം വീണ്ടും ലീഗൽ ഫൈറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലീഗൽ ഫൈറ്റിനുള്ള ഗ്രൗണ്ട്സ് ഉണ്ട്. അത് ഞങ്ങൾ ഈ പറയുന്ന കാര്യം ഞങ്ങളുടെ സിനിമയുടെ ഈ ഇത്തരം കണ്ടന്റുകൾ ഇത് ചെയ്യുന്നത് ഞങ്ങൾ പറയുന്ന ഉപാധികളിലേക്ക് എത്തേണ്ടത് രണ്ടാമത്തെ കാര്യം. ട്രേഡ് ബോഡിയുടെ കാര്യം നിൽക്കും. ഒരു നിർമ്മാതാവിന്റെ പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് സബ്ജൂഡിസ് ആയിരിക്കും ഭാവിയിൽ. അതിന്റെ കൂടെ കക്ഷി ചേരാനായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവും. അദ്ദേഹത്തിനുള്ള എല്ലാ സപ്പോർട്ടും ലീഗൽ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായി. പക്ഷെ ഇങ്ങനെ ഒരു ബുക്കിംഗ് ഓപ്പൺ ചെയ്യാതെ വന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആക്ച്വലി ഞങ്ങൾ ആടുജീവിതം നല്ല രീതിയിൽ പൊക്കോണ്ടിട്ടിരുന്നു കഴിഞ്ഞപ്പം വിഷു സമയത്ത് അടുത്ത 3 പടങ്ങളൂടെ റിലീസ് ചെയ്യാനായിട്ടുള്ള സമയം നോക്കി കറക്റ്റ് അവർ പറഞ്ഞ് ഞങ്ങൾ ബുക്കിംഗ് ഓപ്പൺ ചെയ്യൂല. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പ്രതീക്ഷിച്ചു നിങ്ങളുടെ കൂടെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾക്ക് പ്രശ്നം തരും, അപ്പൊ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അത് വിട്ടുകൊടുക്കേണ്ടി വരും, അവരത് ഓപ്പൺ ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോഴും 100% അടിവരയിട്ട് പറയുന്നു, ഈ പ്രൊഡ്യൂസേഴ്സ് ഞങ്ങൾക്ക് ഒപ്പം നിന്നില്ലായിരുന്നുവെങ്കിൽ ഈ ചർച്ചകളായിക്കോട്ടെ ഇത് എല്ലാ പരിപാടികളും പൊളിഞ്ഞു പോയേനെ. 10-ാം തീയതി ഫുൾ ഹൗസ് ഓടിക്കൊണ്ടിരുന്ന ആടുജീവിതം ഇവർക്ക് വേണമെങ്കിൽ അത് നോക്കാതെ വേണമെങ്കിൽ ഫോറം മാളിലോ മിറാജിലോ പടം കൊടുത്തിരുന്നെങ്കിൽ ഇത് പരാജയമായി പോയിരുന്നത്. അതുകൊണ്ട് നിർമ്മാതാക്കളുടെ കൂടെ നിന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നിർമ്മാതാക്കളുടെ കൂടി. അല്ല അവരുടെ നിലപാട് മയപ്പെടുത്തി മയപ്പെട്ട് വന്ന നിലപാടിന്റെ പുറത്താണ് ഞങ്ങളുടെ ഈ PDCയുടെ കണ്ടന്റിന്റെ 2-3 ഐറ്റംസ് ഉണ്ട്. ഫ്രം 2017 ഓൺവേർഡ്സ് ഹോളിവുഡ് മൂവീസിന് ഈ VPF ചാർജ് ഇല്ല. പിന്നെ 24-ല് ഇത് മാറണമെന്ന് പറഞ്ഞ് CCI കേസ് നടന്നുകൊണ്ടിരിക്കുക. മൾട്ടിപ്ലക്സിന് ഓൾ ഓവർ ഇന്ത്യ മൾട്ടിപ്ലക്സിൽ ഈ കണ്ടന്റ് ചാർജസ് മേടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അബ്സർവേഷനിലിരിക്കുക. 24 ഇസ് എ ഡെഡ് എൻഡ്, അതിനുള്ളിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിനിടെ അവർ വയാക്കാമനും മറ്റേ യശ്രാജിൻ്റെ ആ കമ്പനിക്കും ഇല്ല എന്ന് പറഞ്ഞ് എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുത്തിരിക്കുക. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ അവിടെയൊക്കെ കൊടുക്കണുണ്ടല്ലോ, ഒരു ഓപ്ഷൻ അതും കൂടി ഞങ്ങൾ വെച്ചു. നിങ്ങൾ ഒരു കത്തോ മെയിലോ തന്നേക്ക്, വി വിൽ നോട്ട് ചാർജ് ആഫ്റ്റർ 24 ഡിസംബർ. അപ്പോൾ ഞങ്ങൾ ചെയ്യാം. പല ഓപ്ഷൻസ് നമ്മൾ കൊടുത്തതാണ്. ഒരു ഓപ്ഷൻ അവർ തയ്യാറായില്ല. അതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ഇവിടെ പ്രൊഡ്യൂസർ യുണൈറ്റഡ് ആയിട്ട് ഇരിക്കില്ല. ബിക്കോസ് 1 പീപ്പിൾ ഈസ് ഇൻവെസ്റ്റിംഗ് മണി. ഒരു സെക്ടർ 4 പേര് അവർ ഏകദേശം 100 കോടി രൂപ ഈ 4 പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഇവരുടെ കൂടെ നിൽക്കില്ല. നമ്മൾ ജയിക്കൂന്നായിരുന്നവർ, പക്ഷെ അവർ അവിടുത്തെ
അത്രേ ഉള്ളൂ, വേറെ ഇത് ഒന്നും. ഇത് Simple മാത്രമാണ് ആണ്. 70 കോടി ഇത് റിലീസായി പോയില്ലേ? 24 പടം പറഞ്ഞു, അത് 3 പടം. ശരിക്കും പറഞ്ഞാൽ ലേറ്റസ്റ്റ് റിലീസിൽ അവർ പറയുന്നത് അവർക്ക് ദേശീയ രാജ്യവ്യാപകമായിട്ട് യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അവരുടെ ആ തീരുമാനം അവർ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിന്റെ എങ്ങനെയാണ് കൺസെൻസസ്? അല്ല, ലീഗൽ ഫൈറ്റിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അതൊരു കാര്യത്തിനകത്ത് കൺസെൻസസിലേക്ക് എത്തുക എന്നുള്ളതാണ്. കാരണം ഇതൊരു ബിസിനസ് ആണല്ലോ. അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ PDC എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നോൺ പ്രോഫിറ്റ് ഇനിഷ്യേറ്റീവ്. ഇതൊരിക്കലും ഒരു കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുള്ള ഇനിഷ്യേറ്റീവ് അല്ല. അപ്പം ഞങ്ങളുടെ വളരെ ഇത് ഈ പറഞ്ഞതുപോലെ പ്രൊഡ്യൂസേഴ്സിന്റെ വെൽഫെയറിന് സർവൈവലിന് വേണ്ടി ഞങ്ങൾ തുടങ്ങിയ ഒരു എൻറ്റിറ്റിയാണ്, ഡിഫറെൻറ്റ് എൻറ്റിറ്റിയാണ്. അപ്പം അതിന് നമ്പേഴ്സ്, തിയേറ്റേഴ്സ് കൂട്ടാനായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത്. നാളെ ഒരു പ്രൊഡ്യൂസറിന് ഒരു ഭാരമുണ്ടാകരുതെന്ന് കരുതി ഞങ്ങൾ തുടങ്ങിയ ഇനിഷ്യേറ്റീവിന് ആണ് ഇത്തരം കോർപ്പറേറ്റ് വമ്പന്മാർ ഇതിന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി വരുന്നു, ഞങ്ങളുടെ ബിസിനസ്സിനെ, ഞങ്ങളുടെ സർവൈവലിനെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഡെഡ് ലോക്കിലേക്ക് പോകേണ്ടി വരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഞങ്ങളെടുത്ത ഡെഡ് ലോക്ക് അല്ല, അവർ ഉണ്ടാക്കിയതാണ് അത്. പക്ഷേ ഞങ്ങൾക്ക് വിജയം കണ്ടത് ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. ഈ ഇറങ്ങിയ സിനിമകളെല്ലാം നല്ലതാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയും നല്ലതായി എന്നുള്ളതാണ്. അത് മലയാള സിനിമയുടെ കണ്ടന്റിന്റെ ഒരു വിജയമാണ്. അത് തന്നെയാണ് ഞാനിപ്പോഴും ഊന്നി നിൽക്കുന്നത്. അവര് മെയിൽ കൺഫർമേഷൻ മാത്രമേ തരാറുള്ളൂ. അവര് നമ്മൾ എഗ്രിമെന്റുകൾ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ട്, അവർ സൈൻ ചെയ്ത് ഇങ്ങോട്ട് തരാറില്ല. മെയിൽ മാത്രമേ ഉള്ളൂ. ഇതുപോലെ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ പറഞ്ഞ പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു PDC പോലത്തെ ഇല്ല, ഇന്ത്യയില് അവരുടെ പ്രശ്നം അത് തന്നെയാണ്. അവർ പറഞ്ഞ മാറ്ററും ഇത് തന്നെയാണ്. അതായത് ഇവിടെ ഞങ്ങൾ കണ്ടന്റിന്റെ എൻക്വയറി ആൾറെഡി കർണാടക ഈസ് ഇൻ വെരി വെരി ഫേവറബിൾ ഓഫ് ദിസ്. അവർ വന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ ഇത് ചെയ്തതിൻ്റെ മെത്തേഡ്സും കാര്യങ്ങളും ചെയ്താൽ അവരും പവർഫുള്ളായിട്ട് ചെയ്യാൻ റെഡിയാണ്. തെലുങ്കിൽ അവർ വന്നതാണ് 3 കൊല്ലം 4 കൊല്ലം മുമ്പ് വന്നതാണ്. വന്നപ്പോൾ പിന്നെയും അവർ മാറി. എന്താണെന്ന് വെച്ചാൽ തെലുങ്കിൽ ദ എൻറ്റയർ എക്സിബിറ്റർ ഇൻഡസ്ട്രി ഈസ് കൺട്രോൾഡ് ബൈ 4 പീപ്പിൾ ഓൺലി. എക്സിബിഷൻ സെക്ടർ ഈസ് കൺട്രോൾഡ് ബൈ 4,000 തിയേറ്റേഴ്സും മാനേജ്ഡ് ബൈ 4 persons ആണ്. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ എല്ലാ തിയേറ്റർ ഓണേഴ്സും ഇതാണ്. പിന്നെ അവിടെയും സിനിമ ഹൗസസ് ഇവിടെ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സാണ്. ഇവിടെ എല്ലാം ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസേഴ്സും ഇൻഡിവിജ്വൽ തിയേറ്റേഴ്സും ഉണ്ട്. പിന്നെ അവർ ധരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മലയാളത്തിൽ യൂണിറ്റി ആയിട്ട് നിൽക്കില്ല എന്ന് വിചാരിച്ച് യൂണിറ്റി ആയിട്ട് ഇരുന്നപ്പോൾ അവർ ദേ ഗോട്ട് സ്റ്റക്ക്ഡ് ഇൻ. അത് ബസ്സേട്ടനാണ് അത് പറയുന്നത്. അത് ഒരു നിയമവശങ്ങൾ കുറച്ചും കൂടെ സംസാരിച്ച് തീരുമാനിക്കും. ഇതൊരു ആന്റി കോമ്പറ്റീറ്റീവ് ഇതിൽ പെടുന്ന സംഭവമാണ്. ഒരു കാർട്ടലിസത്തിന്റെ ഭാഗമായിട്ട് കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഉൾപ്പെടെ പ്രിവ്യൂവിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും അസോസിയേഷനും ഇത് നോക്കുന്നുണ്ട്. ലസിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഭാവിയിലും വേറെ ആർക്കും സംഭവിക്കാതിരിക്കാനായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും അസോസിയേഷൻ മുമ്പോട്ട് പോകുമ്പോൾ നോക്കും. ഇനി എന്ത് വന്നു കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് കോംപ്രമൈസ് ആവുകയുള്ളൂ. കാരണം ഇവര് എല്ലാ വിധത്തിലുള്ള ട്രൈ ചെയ്തു. ഇപ്പം ആടുജീവിതത്തിന്റെ അഭിനയിച്ച ഹീറോയ്ക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞു, കാരണം നിങ്ങളുടെ പടം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ഞങ്ങളുടെ കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും, എല്ലാ ഹീറോസിനും ഒക്കെ മെസ്സേജുകളിലും കോളുകളിലൊക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളുടെ ഭയങ്കരമായിട്ട് പ്രഷർ തന്ന്. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതൊരു യൂണിറ്റി ഇതിനൊരു വലിയൊരു ഫാക്ടറാണ്. ഞങ്ങളെല്ലാവരും ഒന്നായി നിൽക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. അതിനകത്ത് ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ടാണ് ഇതിനൊരു വിജയം കണ്ടെത്താൻ കഴിയും. എങ്ങനെ അല്ല, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് യൂസഫ് അലി സാറിനെ പോലെയുള്ള ആളുകളെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, PVR-ൽ സിനിമ കാണാനായിട്ട് ആളുകൾ വരുന്നില്ല എങ്കിൽ അവിടെയുള്ള ചുറ്റുള്ള ഷോപ്പുകളിൽ കച്ചവടം കുറയും. അപ്പോൾ അവിടെ എല്ലാം കംപ്ലയിൻസ് ആവും, ടോക്സ് ആവും. പിന്നെ ഇവിടുന്ന് ധർണയ്ക്ക് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിലെല്ലാം വരുമ്പോൾ അത് അത്രയും വലിയൊരു ബ്രാൻഡിന് അതൊരു മോശമാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതിന് മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒന്ന് ഇടപെട്ട് തരണമെന്ന് സംസാരിക്കുകയും ആളത് ഇടപെട്ടും അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ചെയ്തു തന്നു. തീർച്ചയായിട്ടും ഇടപെട്ടു. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ഈ പറഞ്ഞതുപോലെ ഈ നാളെ സിനിമ നിന്നാൽ അത് ഇവഞ്ച്വലി ബാധിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാവരുടെയും മൊത്തമായിട്ടും ഒരു
ഇപ്പം ഒരു മോളിന്റെ ഒരു ഉടമസ്ഥനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിട്ടോ മാത്രമല്ല അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടത്. അദ്ദേഹത്തിന്റെ സിനിമയോടുള്ളതും സിനിമാക്കാരോടും ഉള്ള ഒക്കെ താല്പര്യങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമാണ്. പക്ഷെ ഈ പറഞ്ഞതുപോലെ നാളെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സഹായം നമുക്ക് വീണ്ടും നേടാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഉപാധികൾ വളരെ അതിന്റെ ഏകദേശം ധാരണയിലെത്തിയാണ്. നേരത്തെ ലിസ്റ്റിൻ പറഞ്ഞ പോലെ 10% മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയുള്ളൂ. ചർച്ചയിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ ഏറ്റവും നന്ദി പറയേണ്ടത് മീഡിയയോടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് റീച്ചായി അവരുടെ സൈഡിൽ നിന്ന് ഇത്, കാരണം മെയിൻ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം പോവും. അങ്ങനെയാണ് വീണ്ടും ഒരു പ്രഷർ കൂടി അവരുടെ സൈഡിൽ നിന്ന് വീണ്ടും വന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാന്നുള്ള. കാരണം മീഡിയയിൽ വന്ന ന്യൂസുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അവർ നമുക്ക് തന്നെ ഫോർവേഡ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. സോ അതും ഒരു വലിയ താങ്ക്സ് നിങ്ങളോടും അതിന് പറയുകയാണ് ഈ വിജയത്തിന് പിന്നിൽ. എനിക്ക് തോന്നുന്നു ഈ ഇറങ്ങിയ സിനിമകൾക്കെല്ലാം കൂടുതൽ പബ്ലിസിറ്റി ഇന്ത്യയിൽ ഒട്ടുക്കെ കിട്ടിയതിൽ മീഡിയക്ക് ഒരു വലിയ പങ്കുണ്ട്. അത് ഇല്ല, അവിടെ ക്വാളിറ്റി നിങ്ങൾ ഈ സെയിം കണ്ടന്റ് PDC കണ്ടന്റ് ഗവൺമെന്റ് തിയേറ്റർ എല്ലാം ഉണ്ട്. കൈരളി ശ്രീ ത്രൂ ഔട്ട് കേരള ഉണ്ട്. അവരുടെ ഏകദേശം 70 തിയേറ്ററുകളോളം ഞങ്ങൾ ഇപ്പോൾ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ഒരു തിയേറ്ററുകളിലും അങ്ങനെ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് പോലുള്ളവരുടെ പ്രൊപ്പഗാൻഡയാണ് ക്വാളിറ്റി മോശമാണ്. ഞങ്ങൾ ഇവിടെ കേരളത്തിൽ 75ഓളം സ്ക്രീൻസിൽ കളിക്കുന്നുണ്ട്. 75 ക്വാളിറ്റിക്ക് ഒരു കുറവും ഞങ്ങൾ വരുത്തില്ല. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് മാസ്റ്ററിംഗ് യൂണിറ്റ് തന്നെയാണ് ഞങ്ങൾ അവര് ചെയ്യുന്ന അതേ മെഷീൻസ് തന്നെയാണ് ഞങ്ങളും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൊന്നും യാതൊരു കോംപ്രമൈസും ഞങ്ങളുടെ കണ്ടന്റിന് ഒരിക്കലും കോംപ്രമൈസ് വരുത്താതെ കൊണ്ടുപോകുന്നവരാണ്. അത് അതിന്റെ ഏറ്റവും ക്വാളിറ്റിയിൽ പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് കാശ് മുടക്കുന്നവരാണ്. അപ്പം അതിന് 100% ആ കണ്ടന്റിന്റെ ക്വാളിറ്റി 1% പോലും ചോർന്നു പോകാത്ത കണ്ടന്റ് മാസ്റ്ററിംഗ് യൂണിറ്റ് ആണ് ഞങ്ങളിവിടെ സജ്ജീകരിച്ചത്. ഒരിക്കലുമല്ല, അതൊരു തെറ്റായ പ്രചരണം മാത്രം. അല്ല, അത് ഇവര് വേറെ 1-2 കണ്ടന്റ് പ്രൊവൈഡേഴ്സുമായിട്ട് അവർക്ക് ഓൾ ഇന്ത്യ ബേസിസിൽ അവർക്ക് കോൺട്രാക്ട് ഉണ്ട്. അത് മറ്റു തിയേറ്ററുകൾക്കുള്ള പോലെ തന്നെ ഇവർക്കും കോൺട്രാക്ട് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ കണ്ടന്റ് വെക്കണം എന്ന് പറയുന്നത്. ഇപ്പം കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ബഡ്ജറ്റിലുള്ള സിനിമകളാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഒരു 100 സ്ക്രീൻ റിലീസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു 3500 രൂപ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ 5500 റുപ്പീസാണ് PVN വരുന്നത്. അപ്പോൾ ഒരു 5-6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പ്രിന്റിന്റെ കോസ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നേരെ മറിച്ച് ഒരു സിനിമ ത്രൂ ഔട്ട് റൺ ചെയ്യണമെങ്കിൽ 25,000 രൂപ 30,000 രൂപ വരെ കണ്ടന്റ് ഫീസ് ആവാറുണ്ട്. എല്ലാ ആഴ്ചയും നമ്മളത് റീപ്ലനിഷ് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കണം. അതെ, അതാണ് മെയിൻ പ്രോബ്ലം. കോമ്പറ്റീറ്റീവ് കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ കേസ് നടക്കുന്നുണ്ട്. ആൾറെഡി ഡൽഹിയിൽ കോർട്ടിൽ കേസ് നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് അവർ ഡിസംബർ 24 വരെ അവർ സമയം ചോദിച്ചത്. ആ സമയം കൊടുക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഒരു മെയിൽ ഇങ്ങോട്ട് റിട്ടേൺ ആയിട്ട് നമ്മൾ ഒരു മെയിൽ തരാൻ നിങ്ങൾ തന്നേക്ക്. ആഫ്റ്റർ 24 ഡിസംബർ ഞങ്ങൾ കണ്ടന്റ് ചാർജ് ചോദിക്കില്ല. ആ കോർട്ടിന്റെ വെർഡിക്റ്റ് വരുന്നത് അതിനും അവർ തയ്യാറല്ല. അവരുടെ ഇതെന്താണെന്ന് വെച്ചാൽ ഹാലിവുഡിന് കൊടുക്കും, ആ 2 വയാക്കാമനും മറ്റെന്താണ് യാഷ്രാജിനും കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ യാഷ്രാജ് പടം റിലീസ് ചെയ്യുമ്പോൾ 2000-3000 സ്ക്രീൻ ചെയ്യും. വയാക്കാം ചെയ്യുമ്പോഴും 2000-3000. വയാക്കാം മിസ് ജിയോ ആണ്. അപ്പോൾ 2 വലിയ കമ്പനീസാണ്. ചെറിയ പാർട്ടീസിന് തരൂല്ല എന്നാണ് അവരുടെ ഇത്. അത് ഇവരോട് ഇരിക്കുന്ന അതർ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെ പ്രഷർ കൂടി അവർക്കുണ്ട്. എല്ലാം മൾട്ടിനാഷണൽ കമ്പനീസാണ്. ദർ ഓൾ ഓൺ ഷെയർ മാർക്കറ്റ് ബിസിനസ്. അപ്പോൾ അവർക്കത് താല്പര്യമില്ല. അവർ വിചാരിച്ചില്ല ഇവിടെ ഒരു ചെറിയ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി അവരോടുകൂടി ഫൈറ്റ് ചെയ്യും, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും എന്ന് അവർ വിചാരിച്ചു. അതാണ് നമ്മളിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ അവരിപ്പോൾ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഈ വിഷയം ഞാൻ പറഞ്ഞല്ലോ ഓൾമോസ്റ്റ് ഓവർ ആയിരുന്നു. ഒരു 10% കൂടെ ഉള്ളായിരുന്നു ബാലൻസ് ഉള്ളൂ. പക്ഷെ അത് ഒരു 1 വീക്കിനുള്ളിൽ ഞങ്ങൾ അത് ക്ലിയർ ചെയ്യും, പരിഹരിക്കും. തീർച്ചയായിട്ടും ഇത്രയും ദിവസം ഇരുന്നത് സംഭവിച്ചില്ല. ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ അവർക്ക് തന്നെ ഓപ്പൺ ചെയ്യില്ല. ആക്ച്വലി അവർ സറണ്ടർ ആവുകയാണ് ചെയ്തത്. അവർ സറണ്ടർ ആയി. ഇനിയിപ്പോൾ അവർ വന്ന് എഗ്രി ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് അതിലേക്ക് എത്തും. പക്ഷെ അവരിത് പ്രൊലോങ് ചെയ്തുകൊണ്ടിട്ടിരുന്നു. പ്രൊലോങ് ചെയ്തപ്പോൾ എന്താണ്, ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ആയിക്കോട്ടെ മറ്റ് ആളുകളുടെ ആയിക്കോട്ടെ പ്രഷർ നമുക്ക് വന്നതുകൊണ്ടിട്ടുകൂടിയാണ് നമ്മളിപ്പോൾ ഇത് കോംപ്രമൈസിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്.
അപ്പോൾ അവർക്കും നേട്ടമില്ല അതിൻ്റെ അകത്ത്, അവരും വലിയ ലോസ് തന്നെയാണ് സഹിക്കുന്നത്. അപ്പോൾ അവർ വിശ്വസിച്ചിരുന്നത് ഇത് മാത്രമാണ്. ഈ ഇങ്ങനെ മറ്റു പടങ്ങളെയും കൂടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, പ്രസന്റ്ലി ഓടിക്കൊണ്ടിട്ടിരിക്കുന്ന സിനിമയും കൂടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പ്രഷർ വരും. ഈ കറക്റ്റ് സമയത്തിന് ഈ 2 മാളുകളും ഓപ്പൺ അവർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ അവർക്ക് മനസ്സിലായത് നടക്കത്തില്ലെന്ന്. അതുകൊണ്ടിട്ടാണ് അവരിപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് മറ്റ് സ്ക്രീനുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.